ഏ ഈ പെരുന്നാള് ഇത് മുബാറക്. റിച്ചും റെഡിയാണ്. ഇത് മുബാറക് മാ ഇത് ബാറക് ഇത് ബാറക് വരി 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 വരി. ഏയ് ആ റെഡി ആവുന്നുണ്ട്. ആ യാ ഇത് ബാറക് ഇത് ബാറക്. വേഗം വരി വേഗം വരി. ഇപ്പം നിസ്കാരം തുടങ്ങി, അതിന് മുമ്പ് കഴിക്കണം. ഈ ഈ വലിയ പെരുന്നാൾ കുറച്ച് 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 ഓട്ടത്തിലാണ് അല്ലേ? ഇത് ഇന്ന് നമുക്ക് കഴിക്കാൻ എന്താള്ളമ്മ? ഇത് എന്റെ ഫേവറേറ്റ് സാധനം കേട്ടോ. ഇതെന്താ പറയാ അതിന്? കോഴിമുട്ട വറുത്തരച്ച് കറി വെച്ച്. കോഴിമുട്ട വറുത്തരച്ച് അതല്ലേ? ഇതെന്താ? ഫുഡാ. ഇത് നാടൻ. ഇതെന്താ പറയാ? എടാ കോഴിമുട്ട വറുത്തരച്ച് കറി വെക്കാന്ന് പറയും. പഴയ കാലത്തെ ആളുകൾക്ക് അറിയാം. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് ചിക്കൻ ചിക്കൻ. ഇത് ചിക്കൻ. ഞാൻ പഴയ പഴയ ഇതെങ്ങനെ ഇതാണ് അങ്ങനെ ഞാൻ കഴിച്ചോളൂ ഇപ്പൊ നിസ്കാരം തുടങ്ങും. അപ്പോൾ നേരെ നമ്മള് ഫുഡ് കഴിക്കാൻ പോവാണ്. എന്നിട്ട് ഇതിന് ശേഷം നമ്മൾ നിസ്കരിക്കാൻ പോകാം അല്ലേ മിജോ? ഇന്ന് നിസ്കാരത്തിന് മുമ്പ് നമ്മള് ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. കാരണം നിസ്കാരം കഴിഞ്ഞാൽ നേരെ ഒരു സ്ഥലത്തേക്ക് പോകേണ്ടതുണ്ട്. അപ്പൊ ഞാൻ കറക്റ്റ് പറഞ്ഞതല്ലോ. Ya Allah, ya Allah, ya Assalamu alaikum, Assalamu alaikum, Assalamu alaikum. Ya. So, എൻ്റെ വ്ളോഗാണ് ഇജ്ജ് പറയ്. നമ്മളെല്ലാരും വ്ളോഗാന്നാ മതിയോ? പോയിട്ട് വരട്ടാ. റിച്ചി വണ്ടി ഫ്രണ്ടിക്കട്. മിജുവിന്റെ കോസ്റ്റ്യൂം. ഷൂ കൂടി ഇടാൻ പറഞ്ഞു. സിബ് അടച്ചിട്ടില്ല. നേരത്തെ മാറിന് കേട്ടോ. ഓർഡർ നാടകട. അത് മിജു പെരുന്നാൾ ട്രിപ്പ് കൊണ്ടുപോയി മിജു. ഇല്ല വേവാ കേറ്. അപ്പുറത്ത് കൂടെ കയറിക്കോ. ഇതാ അപ്പുറത്ത് കയറി. ഉമ്മ പോയിട്ട് വരാം. അസ്സലാമു അലൈക്കും. ഇതെന്താ ഇതില് ചിക്കൻ? എന്താ പറഞ്ഞു മിജു? എന്താ പറഞ്ഞു? അങ്ങനെ മക്കളെ പ്രൗഡ് മൂവ്മെന്റ് തട്ടിയാ. ഹെവി ഡ്രൈവർ. അയ്യോ ഞാൻ പൊടിച്ച് കയറ്റിരുന്നില്ലേ? പോവല്ലേ? യെസ്. ഇനി പള്ളിക്ക് പോകാം നമ്മളെല്ലാവരും കൂടിയിട്ട്. അപ്പോൾ ഈ വ്ളോഗാണ് എല്ലാവർക്കും ഈദ് മുബാറക്. എന്താണ്, ഞാൻ ഇതിന് മുമ്പ് ഒരു വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ചെറുങ്ങനെ ഞാനൊന്ന് എഡിറ്റ് ചെയ്യാനിരുന്നപ്പോൾ സമയം ലേറ്റ് ആയി പോയി. അപ്പോൾ അതിന് ശേഷം അത് വരുന്നാവും. അപ്പോൾ ചിലപ്പോൾ ഞാൻ കുറേ കാലം ഈ വ്ളോഗിൽ വന്നിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ പറയുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ കാര്യമാക്കണ്ട. അപ്പോൾ നമ്മൾ നേരെ പള്ളിയിലോട്ട് പോവാണ്. പിന്നെ എന്തൊക്കെ, എനിക്ക് കുറേ കാലത്തിന് ശേഷം അയ്യോ ഹായ് കുറേ കാലത്തിന് ശേഷം കുറേ നടന്ന കാര്യങ്ങൾ ആ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വ്ളോഗിലാണ് കൂടുതൽ കുറേ വിവരങ്ങളൊക്കെ പറയുന്നുണ്ട്. കാര്യങ്ങളും സന്ദർഭങ്ങളും വീട്ടു സാഹചര്യങ്ങളും അതും ഇതും എല്ലാം പറയുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ എന്താ വെച്ചാൽ ഇന്ന് കുറച്ച് ടാസ്ക് കൂടുതലാണ്. അതായത് ഇപ്പം ഫുഡൊക്കെ നമ്മൾ നേരത്തെ കഴിച്ചു. കാരണം നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നിലമ്പൂർക്കാണ് പോണത്. അപ്പോൾ പോണേക്ക് ജസ്റ്റിൻ ഞാന് അയ്യോ നേരെ നിലമ്പൂർക്കാണ് പോണത്.
കാണിച്ചെടുത്തേ റോഡ് കാണിച്ചെടുക്കാം. വൈപ്പർ അടിക്കാൻ ഇതാണ് നമ്മളെ നാട്. നാട് ബ്രോ. മഴ ചാറുണ്ടല്ലേ? ഇന്നത്തെ പെരുന്നാൾ ഇടിയും മിന്നലും കൊണ്ടേ. പെരുന്നാൾ ഇടിയും മിന്നലും കൊണ്ട്. മിജോ എന്താ കൊണ്ടത്? ഇടും മിന്നു. എന്റെ വോയിസ് കിട്ടും ഇതില്. നമ്മളിവിടെ വണ്ടി പറയാം. ആ നേരെ കാണാൻ കടല് കാണിച്ചെടുത്ത കടൽ കാണിച്ചെടുത്ത ബീച്ച് ആരും തെറ്റിദ്ധരിക്കണ്ട. നമുക്കൊക്കെ അവിടെ കൂട്ടുകാർ വേണം. ഞാൻ സമ്പത്ത് കൊടുക്കുന്നതിൽ മത്സരിച്ചിരുന്നു എന്ന് ഹദീസിൽ നോക്കിയാൽ കാണാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്ത പദവി അവർക്ക് എത്തിയില്ലെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. സുന്നത്ത ഈദുൽ അദ്ഹ റകഅത്തൈൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല മഅൽ ഇമാം എന്ന് അറബി ചെയ്യണം. ദുനിയാവിലേക്ക് വന്നുകൊണ്ട് അവർക്ക് ഇനി പൊറുക്കന്നെ ചോദിക്കാൻ കഴിയുകയില്ല. നമുക്കൊക്കെ വരുന്നതാണ്. അവർക്കൊക്കെ വേണ്ടി എല്ലാവരും ദുആ ചെയ്യണമെന്ന് ഞങ്ങൾ നിങ്ങളെ സാന്ദർഭികമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നിസ്കരിച്ച നിസ്കാരങ്ങൾ, ഓതിയ ഖുതുബകൾ, നമ്മൾ ഓതിയ ഖുർആനുകളൊക്കെ ഖബൂൽ ചെയ്യുമാറാവട്ടെ. അതിന്റെ സവാബിന് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദറത്തിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ഈദ് മുബാറക്. നിങ്ങളെ കഴിഞ്ഞ ആഴ്ച വ്ളോഗിൽ ഉൾപ്പെടുത്തി വെച്ചേനെ ഇതാ വ്ളോഗ്. അത് ഹായ് പറഞ്ഞോ. ഹായ് ഹായ് ഹായ്. ഈദ് മുബാറക്. ആര് തുറന്നോ? ഏത് കാറ്? ആ കാറിൽ ലോക്ക് ചെയ്തിട്ടില്ല. എടാ ഞാൻ മറന്ന് ഇവിടെ ശ്രദ്ധിച്ച് കാറിൽ ലോക്ക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇന്റെ കാറല്ല കേട്ടോ അത്, എന്റെ ഫ്രണ്ടിന്റെ കാറാ. ഞാൻ ഇപ്പൊ പോവും. അർജന്റ് പോക്ക് ഹേ. ഞാൻ പോട്ടെന്നാ. കാണട്ടോ. അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും. ബൈ. ഈദ് മുബാറക്. യോ അല്ലാരപ്പത് എങ്ങനെയുണ്ട്? സൂപ്പർ. ഈദ് മുബാറക്. അയ്യോ പിടിക്കും. ഞാൻ പോട്ടെന്നാ. അസ്സലാമലൈക്കും. ഓ ഇല്ല ഇല്ല ഇല്ല, വെരി ലേറ്റ്. നമ്മള് വലിയൊരു യാത്രയ്ക്ക് ശേഷം ഇതാ ജസീമിന്റെ അവിടെ എത്തിക്കണം. പക്ഷെ ഇവിടുന്ന് 1.5 മണിക്കൂർ എങ്ങാണ്ടുണ്ട് നിലമ്പൂർക്ക്. അപ്പൊ അതിന്റെ ഒരു ടാസ്ക് എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിരിക്കുകയാണ്. അപ്പൊ ജസീം പോരും. ഇത് രണ്ടും ഒരേ ദിവസം നടക്കണോണ്ട് അതാണ് ആകെ ബുദ്ധിമുട്ടിയത്. വീട്ടുകാരുടെ അടുത്തും പോകണം, എന്നാലും ഇവരുടെ അടുത്തും പോകാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ അതാണ് എല്ലാം. ഒരു 10 മിനിറ്റ് പോയാൽ അത് മിസ്സാവും. അങ്ങനത്തെ രീതിക്കാണ് ഇപ്പൊ നിക്കണത്. ആ സമയത്ത് ഇത്രയും എങ്ങനെയൊക്കെ നമ്മളെ തിരി ജസീം അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ വീട്ടത്. ഇപ്പൊ വരുന്നാ പറഞ്ഞേ ജസീമക്കാ. അയ്യോ ജസീമ തീയാ. ഇവിടെ വെച്ചാ പോരെ? അവിടെ വെച്ചാ പോരെ? ദുബായ് കാക്ക. ഈദ് മുബാറക്. ഈദ് മുബാറക്. ലുക്കല്ലോ. ആര്? എന്റെ വ്ളോഗിലോ? കാര്യം ജസീം. ദിസ് ഈസ് ദുബായ് ജാസി. എല്ലാം ഒരേ ദിവസമായോണ്ട് ആകെ കുടുങ്ങി. ഞാനാണെങ്കില് ഇന്നലെ വന്നിട്ടുള്ളൂ ദുബായിന്ന്. എങ്ങനെ ഇപ്പൊ പെരേന്ന് ഇറങ്ങാം? എന്നിട്ട്
അയ്യോ ഇനി ഇവിടുന്ന് എത്ര മണിക്കൂറുണ്ട് സ്കീം ഇട്ടിറങ്ങിയതാ അല്ലേ? ഇപ്പൊ അതേമാതിരി അങ്ങോട്ട് തന്നെ പോണം. എന്റെ വീട്ടുകാർക്ക് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി, അതുകൊണ്ട് കഴിച്ചില്ലേ. ഞാൻ പറഞ്ഞുള്ള കാര്യം പറഞ്ഞു. ഉമ്മാക്കും ഇവർക്കും പറ്റുന്ന കാര്യം പറഞ്ഞാൽ മനസ്സിലാവണോണ്ട് കുഴപ്പമില്ല. നമ്മളെ സാഹചര്യം മനസ്സിലാക്കി നമുക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പോ ആണോ? അതേപോലെ അതാണ് അടുത്ത ടാസ്ക്. ആദ്യമായിട്ട് ചെക്കൻ്റെ ആദ്യമായിട്ട് ഒരു സംഭവം ഇറങ്ങുന്ന സമയത്ത് അവിടെ ഇല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ്. അതാണ് അതിന്റെ ഒരു വൃത്തി. സംഗതി. യെസ് ഷറാട്ടെ ഫൈനലി നമ്മളെ ചെക്കൻ മേഡ് ഇറ്റ് ടു ദ ബിഗ് സ്ക്രീൻ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ വലിയ പെരുന്നാൾ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. എന്താണ് ഓട്ടത്തിലാണ്. അപ്പോൾ ഈ വ്ളോഗ് കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. വ്ളോഗുകൾ ഞാൻ ഇതിനു മുമ്പ് ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതാണ് ആദ്യം വരേണ്ടത്. പക്ഷേ അതിന് ഞാൻ ചെറുക്കനൊന്ന് എഡിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ കുറച്ച് ടാസ്ക് കാരണം ഒന്ന് പെൻഡിങ് വന്നു. അതിന് ശേഷം അതും ഇടുന്നതാണ്. അപ്പോൾ നാളെ തന്നെ തീരേണ്ടതാണ്. അപ്പോൾ ബൈ ബൈ, പാക്കലാം.